കേരള സ്റ്റോറി 2 കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരു ടീസറിലൂടെ ഉണ്ടാക്കിയ സിനിമ ഇന്നലെ റിലീസായ കേന്ദ്രങ്ങളിൽ പലയിടത്തും കടുത്ത ഇടതുപക്ഷ അനുകൂല സംഘടനകൾ പ്രദർശനം മുടക്കിയ സിനിമ വലിയ രീതിയിൽ കേരളത്തെ അവഹേളിക്കുന്നുവെന്ന് ഒരു ഊഹാപോഹം പരക്കെ പ്രകടിപ്പിക്കപ്പെട്ട സിനിമ ഇന്ന് രാവിലെ കാണുകയുണ്ടായി. കൊച്ചു റിവ്യൂ പറയുന്നതിന് മുമ്പ് ആദ്യത്തെ കേരള സ്റ്റോറിയുടെ ഫേസ്ബുക്കിൽ കുറിച്ച റിവ്യൂ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റ് ആയിട്ടിട്ടുണ്ട്, കാണാതിരിക്കാൻ മറക്കരുത്. കൊച്ചി കേരള എന്ന അടിക്കുറിപ്പോടെ നടുക്കുന്ന ഒരു സംഭവത്തോടു കൂടി തന്നെയാണ് സിനിമയുടെ തുടക്കം. രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള 3 പെൺകുട്ടികൾ അവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മൂവി സ്റ്റോറി ലൈൻ തന്നെയാണ്. അന്യമതസ്ഥരുമായിട്ടുള്ള പ്രണയം, അതിൽ നിന്നും വീട്ടിലുണ്ടാകുന്ന ഒറ്റപ്പെടൽ, അവിടെ നിന്നുള്ള പുറത്തുകടക്കൽ, മതപരിവർത്തനം, പിന്നീടുള്ള കഷ്ടപ്പാടുകൾ. കഥ അത് തന്നെ. കേരള സ്റ്റോറി എന്ന് പേരിട്ടതിനാലും കേരളീയൻ പറയുന്ന റിവ്യൂ ആയതിനാലും ഉത്തരേന്ത്യക്കാരായ 2 പെൺകുട്ടികളെ ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നു. മലയാളി പെൺകുട്ടിയെ മാത്രം കേന്ദ്രീകരിച്ചാൽ സിനിമ വളരെ രസകരമായി തന്നെ എടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ. ലിബറൽ പ്രോഗ്രസീവായ അച്ഛൻ, വിശ്വാസിയായ അമ്മ, പ്രത്യേക മതപഠനമോ ഒരു മതത്തോടും പ്രത്യക്ഷമായ സ്നേഹമോ വിദ്വേഷമോ ഇല്ലാത്ത വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടിയായി തന്നെയാണ് ഈ മലയാളി പെൺകുട്ടിയെ ചിത്രീകരിച്ചിട്ടുള്ളത്. അവൾ സ്വതന്ത്രയാണ്. അവളുടെ അഭിപ്രായങ്ങൾക്കും പ്രോഗ്രസീവായ ചിന്തകൾക്കും വില കൊടുക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് അവൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ലിവിങ് ടുഗദർ എന്ന കൺസെപ്റ്റ് പോലും അംഗീകരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുന്നു. കഥ കൂടുതൽ വെളിപ്പെടുത്തുകയല്ല. കഥയ്ക്കുള്ളിൽ ഒളിച്ചുകടത്തൽ എന്നുള്ളൊരു സംഭവം ഈ സിനിമയിലില്ല. ഒളിച്ചു കടത്തുന്ന രാഷ്ട്രീയ അജണ്ട ഇല്ല. ഒട്ടും ഒളിവില്ലാതെ പച്ചയായി തന്നെ പറയുന്ന ജാതി വിവേചനം, ആരാണ് ശത്രുക്കൾ, ആരാണ് രാജ്യത്തിന് ഭീഷണി, ആ മതവിഭാഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നെല്ലാം വളരെ കൺവിൻസ് ആക്കി എടുക്കാൻ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ചേഞ്ച് ഓഫ് ഡെമോഗ്രഫി ഇസ് ദ കീ എന്നും പറഞ്ഞുകൊണ്ട് 2047 ഇന്ത്യയെ മൊത്തം പച്ച പുതുപ്പിക്കുന്ന ഒരു മാപ്പ് പുറകിൽ കാണിക്കുന്ന സീൻ അതിന് ഉദാഹരണമാണ്. യൂറോപ്പിൽ നമ്മൾ ആ ലക്ഷ്യം നേടി, മറ്റു രാജ്യങ്ങളിലും നമ്മൾ ആ ലക്ഷ്യം നേടും എന്നൊരു മത നേതാവ് വലിയ രീതിയിൽ അണികളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന പെൺകുട്ടികൾ പ്രതികരിക്കാനാവാതെ നരകജീവിതം നയിക്കുന്നത് തന്നെയാണ് സിനിമയിലെ പ്രമേയം. മലയാളി പെൺകുട്ടിയെ ബീഫ് തീറ്റിക്കുന്ന വിവാദമായ സീൻ അത് ടീസറിൽ കണ്ടതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇരുന്നപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത്. പക്ഷേ ഒരു കപട സെക്കുലർ വാദിയായിരിക്കുന്ന ഭൂരിപക്ഷ മതവിഭാഗത്തിന് പ്രതിനിധാനം ചെയ്യുന്നവനാണ് ഞാൻ എന്ന് കരുതുന്ന ഒരാൾക്ക് മനസ്സ് ചഞ്ചലപ്പെട്ടു പോകാനുള്ള വലിയ വിഷം തന്നെ കേരള സ്റ്റോറി 2 ഇത്രയും കാലമായിട്ടും ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇതുവരെ പഠിച്ചില്ലേ? അവർ ന്യൂനപക്ഷമാണെങ്കിലും അവർ ഒരുമിച്ചാണ്. നമ്മൾ ഭൂരിപക്ഷം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, നമ്മൾ ഒരുമിക്കുന്നില്ല. ദയവീത് നമ്മൾ ഒരുമിക്കൂ എന്ന് കൈകൂപ്പി തൊഴുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവ് ഈ സിനിമയിലെ ഒരു കാഴ്ചയാണ്. ആ അപേക്ഷ തന്നെയാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നതും ആ അപേക്ഷയാണ് സിനിമയുടെ രാഷ്ട്രീയവും. അപേക്ഷയിലും ഉപരി സമവായമില്ലാത്ത യുദ്ധസന്നാഹം തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ക്ലൈമാക്സും സിനിമ അവസാനിപ്പിക്കുന്നതും യുദ്ധം തന്നെ. ശത്രുക്കളെ അടിച്ചൊതുക്കുക, ശിക്ഷിക്കുക. അതിനകമ്പടിയായി ഭക്തിഗാനത്തിന്റെ കോർ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും ഉണ്ട്. ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന് പറഞ്ഞ പോലെ ആവേശത്തോടെ യുദ്ധത്തിലിറങ്ങാൻ ഒരു മതവാദിക്ക് ഇതിൽ കൂടുതൽ എന്തു വേണം? അല്പം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ചൊക്കെ സഹിഷ്ണുത ഉള്ളവരാണ്. നിങ്ങളിൽ പലരും ഞങ്ങളുടെ ഒരു മുൻ പ്രസിഡന്റ് മുതൽ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന ആളുകൾ വരെ അവരെയൊക്കെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട് എന്ന 2-3 ഡയലോഗുകൾ കൂടി നായികയായ മലയാളി പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ എടുത്ത ആ മനസ്സുണ്ടല്ലോ, സന്തോഷം. സിനിമ അവസാനിച്ച് തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ ചാനൽ ഇന്റർവ്യൂകളോ പ്രതിഷേധമോ പ്രതീക്ഷിച്ചു. നിരാശയായിരുന്നു ഫലം. ഒരു ഐറോണിക്കൽ തമാശ എന്ന പോലെ സിനിമയുടെ ഇടവേളയിൽ വളരുന്നു കേരളം എന്ന കേരള സർക്കാർ പരസ്യവും ഉണ്ടായിരുന്നു. മറ്റെന്തെങ്കിലുമായി വീണ്ടും വരാം. ആലോചിക്കൂ, ആലോചിക്കൂ.